SDP-യുടെ സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. ലത്തീഫ്, നിങ്ങൾ SDP-യുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചപ്പോൾ അതൊരു പോസിറ്റീവ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. ആ പോസിറ്റിവിറ്റി LDF-നുള്ളതാണോ മഞ്ചേശ്വരത്ത്? ഇല്ല, അത് ഒരു മുന്നണിക്കും ഇതുവരെ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പിൻവലിക്കാനേ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമായി ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് ശരിയല്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട്. എല്ലാ മണ്ഡലങ്ങളിലും 95 മണ്ഡലങ്ങളിൽ പാർട്ടി മത്സരിക്കുന്നില്ല. ഈ 95 മണ്ഡലങ്ങളിലും പൊതുവായ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സമയമുണ്ട്. പാർട്ടി അതിൽ അങ്ങനെ തീരുമാനമെടുക്കും. അപ്പോൾ പറഞ്ഞത് അവിടെ UDF വിരുദ്ധ വികാരമാണുള്ളത് എന്നുള്ളതാണല്ലോ. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ ഒരു പ്രാദേശിക തീരുമാനമായിരിക്കുമല്ലോ അത്. നിങ്ങളുടെ വോട്ടാർക്കാണ്? അത് KM അഷ്റഫിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. വ്യക്തിപരമായ അഭിപ്രായം മാത്രമുള്ള ആളെയാണോ നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയത്? അങ്ങനല്ല, അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ വ്യക്തിപരമായ അഭിപ്രായം പറയാലോ. അത് വ്യക്തിപരമായ അഭിപ്രായം ഉള്ള ആളുകളെ സ്ഥാനാർത്ഥി എടുക്കാൻ പാടില്ല എന്നില്ലല്ലോ. വ്യക്തിപരമായ അഭിപ്രായത്തിന്റെ പേരിലല്ലോ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. സ്ഥാനാർത്ഥികൾ എടുക്കേണ്ടത് വ്യക്തിപരമായ അഭിപ്രായത്തിന്റെ പേരിലല്ലോ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. പാർട്ടി തീരുമാനപ്രകാരമല്ലേ? അത് പാർട്ടി തീരുമാനപ്രകാരം. അതിനുശേഷമായിട്ട് വ്യക്തിപരമായ അഭിപ്രായം പറയാം. അത് പാടില്ല എന്ന് നമ്മൾ ആ സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിപ്പ് കൊടുത്തിട്ടില്ല. ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികം. ശരി, എന്തിനാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്? സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, SDP മുന്നോട്ട് വെക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് വളരെ പ്രധാനമാണ്. ഒരു കൂട്ടർ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ടർ തോൽക്കാൻ വേണ്ടി മറ്റു കൂട്ടർ വോട്ട് കൊടുക്കുന്ന എന്ന രീതി പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശരിയാവില്ല എന്ന് തിരിച്ചറിവാണ്. 3 പ്രാവശ്യം നമ്മളവിടെ ഒരു കൂട്ടർക്ക് മാത്രം വോട്ട് നൽകി അവർ മറ്റു കൂട്ടരെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർക്ക് വോട്ട് ചെയ്തു. അതിന് SDP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഭയങ്കര ഒരു ബാരിക്കേഡാണത്. ആ ബാരിക്കേഡ് തകർക്കുക എന്നതാണ് പാർട്ടി മുന്നോട്ട് വെച്ചിരുന്ന ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി നിന്നുകൊണ്ടാണോ ഒരു പാർട്ടി മുന്നോട്ട് പോവുക? അല്ല, എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പിൻവലിക്കുന്നില്ലല്ലോ. 45 മണ്ഡലങ്ങളിൽ ഈ സംസ്ഥാന നിയമസഭയിൽ SDP പോലെ പാർട്ടി മത്സരിക്കുന്നു പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിന് ഒരു ഉത്തരല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേരളത്തില് SDP ഒരു MLA ഇല്ല, നിലവിൽ ഒരു MP ഇല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും സ്വന്തമായില്ല. പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഒരുപാടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പാർട്ടി 45 മണ്ഡലങ്ങളിൽ നിയമസഭയിൽ മത്സരിക്കുന്നത് പറയുന്നത് പാർട്ടിയുടെ ജനാധിപത്യ സംവിധാനത്തോടും ഇലക്ഷനോടുള്ള അതിന്റെ ശരി, മഞ്ചേശ്വരത്ത് നിങ്ങളുടെ വോട്ടിന് ഒരു കേന്ദ്രീകൃത സ്വഭാവം ഉണ്ടാകുമോ, അതോ മനസാക്ഷി വോട്ട് ചെയ്യാൻ അണികളോട് ആവശ്യപ്പെടുമോ? അത് ഞാൻ പറഞ്ഞു നേരത്തെ. സംസ്ഥാന തലത്തിൽ മത്സരിക്കാത്ത 95 മണ്ഡലങ്ങളിലും കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നോട്ട് പോകും. അതെന്താണ് രാഷ്ട്രീയ നിലപാട്? അതിനൊരു സമയമുണ്ട്. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ്. ഒന്ന്, ഇവിടുത്തെ മുന്നണികൾ ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനങ്ങളും അവരുടെ മാൻഡേറ്റുകളും അത് മുൻകാലങ്ങളിൽ അത് അത്തരം നൽകിയ മാൻഡേറ്റുകൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും ഒന്ന്. രണ്ടാമത്, SDP രാഷ്ട്രീയ കക്ഷിയോടുള്ള സമീപനം അത് വളരെ പ്രധാനമാണ്. ഞങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയ കക്ഷിയാണ്. ആ കക്ഷി എന്ന നിലക്ക് ഞങ്ങൾക്ക് കിട്ടേണ്ട റെക്കഗ്നേഷൻ ഉണ്ട്. അത് ആ റെക്കഗ്നേഷൻ തരുന്ന രീതിയെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. എന്നതിന് ശേഷമാണ് തീരുമാനം എടുക്കുക. ഇതൊരു ദീർഘകാല നിലപാടാണോ, അതോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം മാത്രം ഉണ്ടായതാണോ? അല്ല, ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കേണ്ട നിലപാടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് എന്ത് ഗുണകരമായി വരിക എന്നതിനെ കുറിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയും എടുക്കേണ്ട തീരുമാനം. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു നിലപാട് ഏത് രാഷ്ട്രീയ പാർട്ടിയും എന്നുള്ളതല്ലേ? ഇപ്പൊ നിങ്ങളാണ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറി നിന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആ നിലയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടില്ല. സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയാണോ നിങ്ങൾ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയത്? അല്ലല്ല, സ്ഥാനാർത്ഥിത്വം ഇത് സംബന്ധിച്ച് നമ്മൾ പോസിറ്റീവ് പൊളിറ്റിക്സ് വെച്ചതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ചർച്ചയ്ക്ക് ഞങ്ങള് മഞ്ചേശ്വരം മണ്ഡലം ഏറ്റവും വിവാദം നടന്ന, ഞങ്ങൾ 45 മണ്ഡലത്തിൽ മത്സരിക്കുന്നു. 150 മണ്ഡലങ്ങളുണ്ട്. കേരളത്തിൽ മഞ്ചേശ്വരത്തെ പോലെ ഒരു രാഷ്ട്രീയ വിവാദം വേറെ ഉണ്ടായിട്ടില്ല. അതിനർത്ഥം മഞ്ചേശ്വരത്ത് BJP ജയിക്കാനുള്ള സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന നിലക്കാണ് കേരളീയ സമൂഹം ചർച്ചയ്ക്ക് വെച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് പ്രത്യേകമായ രാഷ്ട്രീയമായ ഒരു ഉന്നമുണ്ടായിരുന്നു. ഞങ്ങൾ ആണ് ഈ രാജ്യത്ത് തന്നെ ഈ ഫാഷിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ BJPയുടെ ഈ ജനവിരുദ്ധമായ മതവിരുദ്ധമായ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പൊതുസമൂഹത്തിന് കൃത്യമായ ബോധം നൽകിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPI. അതായത് CP ലത്തീഫ്, BJPക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാകാതിരിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം എന്ന നിലയ്ക്ക് തന്നെയാണ് നിങ്ങൾ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കലും ഒക്കെ നടക്കുന്നത്, അല്ലേ? അല്ല, BJPക്ക് വിരുദ്ധമായ നിലപാട് എന്നത്
നമ്മൾ സ്വീകരിച്ചിരുന്ന നിലപാടാണ്. BJP വിരുദ്ധ നിലപാട് തന്നെയാണ് നമ്മുടെ നിലപാട്, അതിൽ തർക്കമില്ല. പക്ഷേ നമ്മളൊരു വോട്ടിംഗ് പാറ്റേണിലേക്ക് പോകുമ്പോൾ ഇപ്രാവശ്യം അതിന് നമ്മൾ മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ അതും പരിഗണന വിധേയമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഈ പിന്നെ ജനങ്ങൾക്കുള്ള മാൻഡേറ്റ് മുന്നണിയിലൂടെ, രണ്ടാമത്തേത് SDP എന്ന രാഷ്ട്രീയ കക്ഷിയോടുള്ള നിലപാട്. ഇത് രണ്ടും ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ SDPയുടെ അടക്കം ആരുടെയും വോട്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്നില്ല എന്ന് ജയാനന്ദയുടെ അടക്കം പ്രതികരണം വന്നിട്ടുണ്ട്. അതിനോട് എന്താണ് SDPയുടെ പ്രതികരണം? അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ആ രീതിയിലേക്ക് എല്ലാവരും വരണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഓക്കെ, ശരി, വളരെയധികം നന്ദി ശ്രീ CPI ലത്തീഫ്. പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. ആർക്ക് പിന്തുണ നൽകണമെന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് KM അഷ്റഫിന്റെ മാത്രം പ്രതികരണമാണ്. മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടായിരിക്കും പിന്തുണ പ്രഖ്യാപനം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്.